അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡേ നമ്മൾ താമസിച്ച റിസോർട്ടിലെ കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ അടുത്ത ദിവസം ആനക്കുളം ഭാഗത്തേക്ക് പോവുകയാണ്. ആനക്കുളത്തെ കുറിച്ച് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് എന്തായാലും ആനയെ സ്പോട്ട് ചെയ്യാൻ പറ്റും. ആന വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലം നമുക്ക് കാണാൻ പറ്റും, നമുക്ക് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. നമ്മളെ തൊട്ടടുത്ത് തന്നെയാണ് ആന ഉണ്ടാവുക. അപ്പോൾ ആനകളെ എപ്പോഴും കാണുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അവരൊന്നും വയലൻ്റ് ആവാനൊന്നും ചാൻസ് ഇല്ല. എന്തായാലും നമ്മളിപ്പോൾ ലക്ഷ്മി എസ്റ്റേറ്റ് റൂട്ട് വഴി പോവുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മളൊരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേട്ടിയപ്പോൾ അവിടെ ഒന്ന് നിർത്തി. ഇപ്പോൾ ചെറിയൊരു വെള്ളച്ചാട്ടമാണ്, നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടേക്ക് പോയി. കാണാൻ നല്ല രസമുണ്ട്, കാരണം തേയിലപ്പാടങ്ങളുടെ ഇടയിലൂടെ ഒരു വെള്ളച്ചാട്ടം എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക വൈബല്ലേ. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്ത് ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് നേരെ പോവുകയാണ് ആനക്കുളം ഭാഗത്തേക്ക് തന്നെ. അപ്പോൾ ഇവിടുന്ന് ഏകദേശം കുറച്ച് ദൂരമുണ്ട്, അവിടേക്ക് ഒരു 30 മിനിറ്റോളം ദൂരമുണ്ട് നമുക്ക് ആനക്കുളം ഭാഗത്തേക്ക്. ഈ ആനക്കുളം ഭാഗത്തേക്ക് പോകുമ്പോൾ നമ്മൾ ലക്ഷ്മി എസ്റ്റേറ്റ് പോകുന്നത് കൊണ്ട് തന്നെ നല്ല ഭംഗിയാണ്. 2 ഭാഗത്തും തേയിലപ്പാടങ്ങളൊക്കെ ആയിട്ട് ഒരു മലമുകളിലൂടെ നമ്മളിപ്പോൾ അതിന് താഴോട്ട് ഇറങ്ങുവാണ്. അങ്ങനെ നമ്മളിപ്പം ലക്ഷ്മി എസ്റ്റേറ്റ് റോഡ് കഴിഞ്ഞ് ഇപ്പം നേരെ മാങ്കുളം റോഡിലേക്കാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ റോഡ് നേരെ ചെല്ലുന്നത് ആനക്കുളം ഭാഗത്തേക്കാണ്. ഇതിലൂടെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി നല്ല രസമാണ്. ഇതും ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്, പക്ഷേ ഇതിലൂടെ എല്ലാവരും പോകുന്ന വഴിയാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ആനക്കുളം എത്തിക്കഴിഞ്ഞിട്ട് വേറൊരു ഫോറസ്റ്റ് റൂട്ട് ഞാൻ കണ്ടായിരുന്നു, അപ്പോൾ അതിലൂടെ ഒന്ന് പോകാനും പ്ലാൻ ഉണ്ട്. നടക്കുമോ അറിയില്ല, നമുക്ക് പോയി നോക്കാം. ഈ റൂട്ടിലൂടെ ഓടിച്ചു പോകാൻ എന്തോ പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ രാവിലെ ആയതുകൊണ്ട് ആനകളെ സ്പോട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമുക്കൊരു ഡൗട്ടുണ്ട്. കാരണം വൈകുന്നേരങ്ങളിലാണ് എല്ലാവരും അവിടേക്ക് പോകാറുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ രാവിലെ പോയി കഴിഞ്ഞാൽ ആനയെ സ്പോട്ട് ചെയ്യാൻ പറ്റുമോ ഡൗട്ടുണ്ട്. പക്ഷേ ആനയെ സ്പോട്ട് ചെയ്താൽ നല്ലൊരു ഭാഗ്യമായിരിക്കും. കാരണം രാവിലെ ആന വെള്ളം കുടിക്കാൻ വരുന്നത് റെയറാണ്. എന്തായാലും പോയി നോക്കാം. ഏകദേശം നമ്മളവിടെ എത്താനായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആനക്കുളം ലാസ്റ്റ് സ്പോട്ട്. അപ്പോൾ നമ്മൾ ആനക്കുളത്ത് എത്തി. അപ്പോൾ നമ്മൾ എത്തിയപ്പോൾ തന്നെ ആന വെള്ളം കുടിക്കുന്നുണ്ട്. നമുക്ക് ഭാഗ്യമാണെന്ന് വിചാരിക്കാം. കാരണം രാവിലെ സ്പോട്ട് ചെയ്യാൻ നല്ല പണിയാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക്
ക്യാമറ ഒക്കെ എടുത്ത് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കാം. ഇപ്പം തന്നെ ഏകദേശം 5 ആനകൾ വന്നിട്ടുണ്ട്. അതിൽ ഒരാന വെള്ളം കുടിച്ച് തിരിച്ചു പോവാണ്. അപ്പം 4 ആനകൾ ഇപ്പോൾ അവിടെ തന്നെ ഉണ്ട്. അവർ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുവാണ്. 2 ആളെന്തോ മുങ്ങിത്തപ്പുന്നുണ്ട്, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. സംഭവം എന്താ വെച്ചാൽ നമ്മളടുത്ത് തന്നെയാണ് ആനകളുള്ളത്. പക്ഷേ നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ വെള്ളം കുടിക്കും, എന്നിട്ട് അവർ തിരിച്ചു പോകും. അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. നമുക്ക് അവിടുന്ന് കാഴ്ചകൾ കാണാം. ഞാനിപ്പോൾ ഇവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, രാവിലെ വളരെ റെയറാണ് ഈ ആനകൾ വെള്ളം കുടിക്കാൻ വരുന്നത്. കാരണം ഇന്ന് എന്തുകൊണ്ടാണ് വന്നതെന്ന് വെച്ചാൽ ഇന്നലെ രാവിലെ ഇവർ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് മാത്രമാണ് ഇന്ന് രാവിലെ ഇവർ വന്നത് നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇനി ആനക്കുളത്ത് നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ തിരിച്ചു പോവുകയാണ്. ഇനിയിപ്പോൾ തിരിച്ച് നമുക്ക് നേരെ അടിമാലിയാണ് പോകേണ്ടത്. അടിമാലി ഇപ്പോൾ നമ്മൾ പോകണമെങ്കിൽ മാങ്കുളം വഴി പോകാൻ പറ്റുള്ളൂ. അപ്പോൾ മാങ്കുളം വഴി നേരെ അടിമാലി വിട്ടിട്ട് നേരെ നമ്മളിനി തിരിച്ച് വീട്ടിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ അതിനു മുന്നേ എന്തെങ്കിലും കാഴ്ചകളൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് മെല്ലെ പോകാം. അപ്പോൾ നമ്മൾ പോകുന്ന വഴി ഒരു പാലം കണ്ടു. അപ്പം നല്ലൊരു പുഴയുണ്ട്. ഈ പുഴയുടെ പേര് കരിന്തിരി എന്നാണ്. ഇപ്പോൾ നമുക്ക് വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ കുറവാണ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് എല്ലാം വിടാം. നേരെ അടിമാലിയിലേക്ക് വിട്ട് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇനി അടുത്ത വ്ളോഗിൽ നമ്മുടെ വേറെ ട്രിപ്പും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാം.